പാലക്കാട് നിന്ന് വരുന്ന സങ്കടകരമായ വാർത്തയിലേക്കാണ്. കല്ലടിക്കോട് അബദ്ധത്തിൽ ആസിഡ് കുടിച്ച 5 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ. ചൂരക്കോട് സ്വദേശി ജംഷാദിന്റെ മകൻ ഫൈസാനാണ് ആസിഡ് കുടിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഇത് എവിടെ ഇരുന്ന ആസിഡാണ് ഈ കുട്ടി കുടിച്ചത്? ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ ഇപ്പോൾ? ആരോഗ്യനില ഗുരുതരാവസ്ഥ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കും, നമ്മളിപ്പോൾ നിൽക്കുന്നത് പലാന ആശുപത്രിയിലാണ്. ഇവിടേക്കാണ് കുട്ടിയെ കൊണ്ടുവന്നത്. ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയ്ക്ക് സംവിധാനമില്ലാത്തതിനാൽ പലാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ, ഇപ്പോൾ എമർജൻസി വിഭാഗത്തിൽ, അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം നടക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, വീട്ടിൽ കോളക്കുപ്പിയിൽ വെച്ചിരുന്ന ആസിഡാണ്, അരിമ്പാറ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ആസിഡാണെന്നാണ് പറയുന്നത്. ജംഷാദിൻ്റെ മകൻ ഫൈസാൻ 5 വയസ്സ്. ഈ കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ മണി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മണി, എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾക്ക് എന്തൊരു വിവരം കിട്ടിയത്? അതായത് ഇവർ പെട്ടെന്ന് വിളിച്ചിട്ട് സംഭവം മറ്റേ വീട്ടിലേക്ക് കല്ലടിക്കോട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടീനെ പെട്ടെന്ന് കൊണ്ടുപോകാനാണ് പാലക്കാട് പറഞ്ഞത്. അങ്ങനെ കൊണ്ടുപോയി ഉണ്ടായത്. പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊടുന്നാൽ ഇപ്പോൾ കുട്ടീനെ എൻഡോസ്കോപ്പി ചെയ്യണം പറഞ്ഞു. അതിനെ തുടർന്ന് ഇവിടെ നമ്മുടെ പാലക്കാട് പാലന ഹോസ്പിറ്റലിലേക്ക് കൊടുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ ജൂബിലി മിഷനിലേക്കാണ് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് കുട്ടിയുടെ അവസ്ഥ? എങ്ങനെയുണ്ട്? ചുണ്ടൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ ചുണ്ട് നല്ലപോലെ പൊള്ളിയുണ്ട്. അതുപോലെ കുട്ടിയുടെ വയറ്റിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കുട്ടിക്ക് വയറ്റിനുള്ളിലാണ് നല്ല പ്രശ്നം കാണിക്കുന്നത്. നല്ലപോലെ കരച്ചിലുണ്ട് കുട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ ജൂബിലി മിഷനിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ പറയണത്. തീർച്ചയായും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഡോക്ടേഴ്സ് പ്രാഥമികമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അച്ഛനമ്മമാരും മാതാപിതാക്കൾ എല്ലാവരും തന്നെ കൂടെയുണ്ട്. ജൂബിലി മിഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നവജീവൻ ആംബുലൻസ്, അവിടുത്തെ കല്ലടിക്കോട്ടെ ആംബുലൻസ് സർവീസാണ്, അവരാണ് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കാനാകും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചികിത്സ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ.